IT മേളയിലെ മലയാളം ടൈപ്പിംഗ് പരിചയപ്പെടാം. 2 ഭാഗങ്ങളാണ് മലയാളം ടൈപ്പിങ്ങിനുള്ളത്. രണ്ടിനും 50 സ്കോർ വീതം 100 സ്കോറാണ് മത്സരത്തിന് കണക്കാക്കുന്നത്. ഇതിൽ ഒന്നാം ഭാഗത്തിൽ തന്നിരിക്കുന്ന നിശ്ചിത മാറ്റർ കൃത്യസമയത്തിനുള്ളിൽ ടൈപ്പ് ചെയ്ത് തീർക്കണം. അതിൽ തെറ്റായ കീ സ്ട്രോക്കുകൾക്ക് സ്കോർ കുറയ്ക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്കോറിംഗ് കണക്കാക്കുന്നത്. 50 മാർക്കിനാണിത് കണക്കാക്കുന്നത്, 50 സ്കോറിനാണിത് കണക്കാക്കുന്നത്. രണ്ടാം ഭാഗത്തിൽ ഈ ടൈപ്പ് ചെയ്തതിനെ ലേ ഔട്ട് ചെയ്യണം. അതിനും 50 സ്കോറാണ്. ലേ ഔട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടർ ഫോർമാറ്റിങ്ങിന് 10%, പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിന് 20%, ഉചിതമായ ചിത്രങ്ങൾ ചേർക്കുന്നതിന് 10%, പേജ് ഫോർമാറ്റിങ്ങിന് 10%. ഇങ്ങനെയാണ് സ്കോർ നൽകുന്നത്. ഇതിൻ്റെ സമഗ്രത, മൊത്തം ഭംഗി, ഉചിതമായ വിന്യാസം തുടങ്ങിയ സൗന്ദര്യാത്മക ഘടകങ്ങൾ കൂടെ ചേർത്തിട്ടാണ് രണ്ടാം ഭാഗത്തിൽ സ്കോർ കണക്കാക്കുന്നത്. മൂല്യനിർണ്ണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ശാരിക സോഫ്റ്റ്വെയറാണ്. ശാരിക സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ശാരികയിൽ മത്സരത്തിന് ഒരുങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മലയാളം ടൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ശാരിക സോഫ്റ്റ്വെയറാണ്. ആദ്യം സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ലഭിക്കുന്ന ഫോൾഡറിൽ .sh ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്ത് അതിനകത്ത് ടിക്ക് ഉണ്ടോ എന്ന് നോക്കുക. ടിക്കില്ലെങ്കിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം റൺ ഇൻ ടെർമിനൽ കൊടുത്ത് സാധാരണ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡൊക്കെ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശാരിക നമുക്ക് കാണാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ എന്നുള്ള തരത്തിലാണ് എടുക്കേണ്ടത്. ശാരിക ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അഡ്മിനായിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ തന്നെയാണ്. അഡ്മിനായി ലോഗിൻ ചെയ്യുമ്പോൾ രജിസ്റ്റർ നമ്പറൊന്നും കൊടുക്കേണ്ടതില്ല. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ എഡിറ്റിൽ പ്രിഫറൻസ് എടുത്ത് അതിൽ ആണവച്ചില്ല്, ഒട്ടുചില്ല് ഇവ ബ്രൗസ് ചെയ്യണം. അതും ഈ ഫോൾഡറിനോടൊപ്പം ഉണ്ടായിരിക്കും. ടൈം 900 സെക്കൻഡായിട്ട് നൽകി സേവ് ചെയ്ത ശേഷം ശാരിക ക്ലോസ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ സിസ്റ്റത്തിൽ നേരത്തെ തന്നെ ശാരിക ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അടുത്ത് എങ്ങനെയാണ് ശാരിക നമുക്ക് മത്സരത്തിനെടുക്കുന്നതെന്നാണ് നോക്കേണ്ടത്. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ശാരിക എന്ന തരത്തിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ആരാണോ മത്സരത്തിൽ വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ പേരും ആ കുട്ടിയുടെ കോഡും പാസ്വേഡും കൊടുക്കണം. പാസ്വേഡ് എന്ന് പറയുന്നത് പാസ് എന്നാണ്, PASS, പാസ് എന്നത് തന്നെയാണ് പാസ്വേഡ്. ഇനി നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ആവശ്യമുള്ള ചില്ല് തിരഞ്ഞെടുക്കണം. ചില്ല് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ആണവ ചില്ലുകളും ഒട്ടു ചില്ലുകളും ഉണ്ട്. ആണവ ചില്ലുകളെന്ന് പറയുന്നത് നമുക്ക് ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചില്ലക്ഷരം, ഇൽ, ഇർ, ഇൾ തുടങ്ങിയ ചില്ലക്ഷരങ്ങൾ നമ്മൾ മൂന്ന് അക്ഷരങ്ങൾ 3 കീകൾ ചേർത്ത് ചില്ലക്ഷരം ചെയ്യുന്നതിനെയാണ് ഒട്ടുചില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ആദ്യം സെലക്ട് ചെയ്യണം. ആണവച്ചില്ലാണോ ഒട്ടുചില്ലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ആണവച്ചില്ലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടുചില്ല്. ചില്ലക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇർ എന്ന അക്ഷരം നമുക്ക് ജെ പ്രസ് ചെയ്യുമ്പോൾ രാ കിട്ടും. ചന്ദ്രക്കലയ്ക്ക് ഡി കൊടുക്കുന്നു. അതിനുശേഷം ചില്ലക്ഷരമാക്കാനായി നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചില്ലക്ഷരമായി. ഇനി ഇതിന് പകരം ഒറ്റ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇർ എന്ന അക്ഷരം ലഭിക്കും. ഇവിടെ ഒറ്റ ഇതിൽ ഇർ ലഭിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റും ഡോട്ടും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൽ ലഭിക്കും. ഇൽ ലഭിക്കണമെങ്കിൽ നമുക്ക് എൻ, ചന്ദ്രക്കല, സ്ക്വയർ ബ്രാക്കറ്റ് അങ്ങനെ കൊടുത്താലും ലഭിക്കും. ഒരക്ഷരമായിട്ട് തന്നെ ചില്ലക്ഷരം ലഭിക്കുമ്പോൾ അതിന് നമുക്ക് ആണവച്ചില്ലെന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ചേർത്ത് വെച്ച് ചില്ലക്ഷരം ലഭിക്കുമ്പോൾ അതിനെ ഒട്ടുചില്ലെന്നും പറയാം. ഇതിൽ നമുക്ക് ഏതാണോ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ. ആണവച്ചില്ലാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആണവച്ചില്ലെടുക്കണം, അല്ലെങ്കിൽ ഒട്ടുചില്ല്.
ഇനി ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിയുടെ കോഡ് നമ്പർ ഫയൽ നാമമായിട്ട് ഇത് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യപ്പെടും. ഇതാണ് ഒന്നാമത്തെ ഭാഗത്ത് നടക്കുന്നത്. രണ്ടാം ഭാഗത്തിൽ ഈ ഫയലാണ് ഫോർമാറ്റിങ്ങിന് നൽകുന്നത്. ഈ ഫയലിലാണ് തന്നിരിക്കുന്ന പ്രകാരം ഫോർമാറ്റിംഗ് നടത്തേണ്ടത്. അതായത് ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ ചിലപ്പോൾ ഹെഡിങ് ബോൾഡാക്കാനോ അലൈൻമെൻറ്റ് സെൻറ്ററെന്നോ ലെഫ്റ്റ് എന്നോ ഒക്കെ കൊടുത്തിരിക്കും. ഫോണ്ട് കളർ മാറ്റാൻ കൊടുത്തിരിക്കും. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാനോ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കും. അതാണ് ക്യാരക്ടർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിനകത്ത് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് ചിലപ്പോൾ കൊടുത്തിരിക്കും. ജസ്റ്റിഫൈ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ലെഫ്റ്റ് എന്നോ റൈറ്റ് എന്നോ ഒക്കെ കൊടുത്തിരിക്കും. സ്പേസിങ് എത്രയാണെന്ന് കൊടുത്തിരിക്കും. ഇങ്ങനെ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് കൊടുത്തിരിക്കും. പേജ് ഫോർമാറ്റിംഗ് കൊടുത്തിരിക്കും. പേജിൻ്റെ ബോർഡർ കൊടുക്കണമെന്നോ പേജ് കളർ കൊടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും പേജുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കും. അപ്പോൾ ചിത്രം ഉൾപ്പെടുത്തിയാൽ മാത്രം പോരെ, ചിലപ്പോൾ റാപ്പ് ത്രൂ ടെസ്റ്റ് അല്ലെങ്കിൽ റാപ്പ് ബിറ്റ്വീൻ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫോർമാറ്റിംഗ് ചെയ്യേണ്ടത്. ഇതിനാണ് 50 മാർക്ക്. ആദ്യം ടൈപ്പ് ചെയ്യുന്നതിന് 50, രണ്ടാമത്തതിന് 50. ഇതിൽ ഏറ്റവും നന്നായിട്ട് സ്കോർ കിട്ടുന്ന ആൾക്കാണ് സെലക്ഷൻ കിട്ടുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ താഴെ അതുപോലെ നോക്കി ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളും ആകെ അക്ഷരങ്ങൾ CPM എന്ന് പറയുന്നത് നമുക്ക് തെറ്റാകുന്ന അക്ഷരങ്ങളുടെ കണക്കിന് സ്കോർ കുറയും. അതിൻ്റെതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഇവിടെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്ത കീയുടെ എണ്ണം എല്ലാം കാണിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ 14, ടൈപ്പ് ചെയ്തതിൽ തെറ്റായവയുടെ എണ്ണം 2 എന്നൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നത്. അതാണ് നമ്മൾ എത്ര കീയിൽ നമ്മൾ അറിയാതെ പ്രസ് ചെയ്താൽ പോലും അത് തെറ്റെന്ന് കാണിക്കും. സ്പേസൊക്കെ ആവശ്യമില്ലാതെ ഇടുകയോ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് കീ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ സമയം കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ടൈമിനുള്ളിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് തീർക്കണം. എത്രത്തോളം നേരെ ടൈപ്പ് ചെയ്യുമോ നല്ല തെറ്റില്ലാതെ ഇത് മുഴുവൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫയൽ സേവ് ആകും. നമ്മുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം സേവ് ആകും. അതിലാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്. ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ ആദ്യം ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫോണ്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഏത് ഫോണ്ടാണോ പറഞ്ഞിരിക്കുന്നത് ആ ഫോണ്ട് മാറ്റുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫോണ്ട് പറഞ്ഞിരിക്കുന്ന മഞ്ചരി ബോൾഡാണെങ്കിൽ നമ്മളതിനെ മഞ്ചരി ബോൾഡാക്കി. ഇനി അതിൻ്റെ ഫോണ്ട് സൈസ് പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു 14 ഫോണ്ട് സൈസ് പറഞ്ഞതെങ്കിൽ അത് 14 ആക്കുന്നു. ഇനി ബോൾഡാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ബോൾഡ് അല്ലെങ്കിൽ അങ്ങനെ. ഇനി ഇറ്റാലിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് ചെയ്യുക. ഇനി ഫോണ്ട് കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ മാറ്റുക. ഇങ്ങനെ അതുപോലെ അതിൻ്റെ ഹൈലൈറ്റ് കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലൈറ്റ് കളർ മാറ്റുക. ഇപ്പോൾ അക്ബർ എന്നുള്ളതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഹൈലൈറ്റ് കളർ പറഞ്ഞിരിക്കുന്ന കളർ ഇവിടെ നമുക്ക് കാണാം, എഴുതി കാണിക്കുന്നത് കാണാം. അപ്പോൾ ഹൈലൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് അലൈൻമെൻറ്റ് ആണെങ്കിൽ റൈറ്റ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ, ജസ്റ്റിഫൈ ആണെങ്കിൽ ഇങ്ങനെ. അത് കൃത്യമായിട്ടും കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലൈൻ സ്പേസിങ് ഇവിടെ നമുക്ക് കാണാം. സ്പേസിങ് 1 കിടപ്പുണ്ട്. 1.15 ആണെങ്കിൽ അത്, 1.5 ആണെങ്കിൽ അത്, ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ സിംഗിൾ കൊടുത്തിട്ടുണ്ടോ അത് അങ്ങനെ എന്താണോ ലൈൻ സ്പേസിങ് കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുക. ഇപ്പോൾ 1.5 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ആ സ്പേസ് മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഫോണ്ട് മാറ്റിയതിന് ശേഷം അടുത്ത പാരഗ്രാഫ് സ്റ്റൈൽ മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ സൈഡ് ബാർ സെറ്റിങ്സിൽ പോവുക. അവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അതിൽ പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് സ്റ്റൈലിൽ നമുക്ക് അവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അലൈൻമെൻറ്റ് ലെഫ്റ്റാണോ റൈറ്റാണോ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്പേസിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്. അതുപോലെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഇത് കിടപ്പുണ്ട്. ഇൻറ്റൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഹാങ്ങിങ് ഇൻറ്റൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ബിഫോർ ടെസ്റ്റാണോ ആഫ്റ്റർ ടെസ്റ്റാണോ ഇൻറ്റൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ലൈൻ സ്പേസിങ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. ഫോണ്ടിൻ്റെത് ഇവിടെ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഫോർമാറ്റ് എടുത്തിട്ട് ഫോർമാറ്റിൽ നിന്ന് ക്യാരക്ടറോ പാരഗ്രാഫോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി പേജ് ഫോർമാറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേജ് എടുക്കുക. പേജ് എടുത്തിട്ട് പേജിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഏരിയയിൽ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കളർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് റെഡ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റെഡ് 3 കൊടുക്കുക.
അതുപോലെ തന്നെ അതിന് ബോർഡർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡർ കൊടുക്കുക, കോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം കൊടുക്കുക. ഇങ്ങനെ എന്തൊക്കെയാണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം മാറ്റി കൊടുക്കുക. അതിൽ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അങ്ങനെ എന്തൊക്കെ മാറ്റം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഫോർമാറ്റുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ എന്തൊക്കെ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൊടുത്തതിന് ശേഷം ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ സേവ് ചെയ്ത് കൊടുക്കാം. സേവസ് കൊടുത്ത് ഇതിനെ രജിസ്റ്റർ നമ്പർ സേവ് ചെയ്ത് എവിടെയാണോ സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ഭാഗത്ത് സേവ് ചെയ്യുക. ഒന്നാം ഭാഗത്തിൻ്റെ 50 സ്കോറും രണ്ടാം ഭാഗത്തിൻ്റെ 50 സ്കോറും ചേർത്തിട്ടാണ് ടോട്ടൽ സ്കോർ കണക്കാക്കുന്നത്. ഇമേജ് ചേർക്കാനായി ഒന്നുകിൽ ഇൻസെർട്ട് ഇമേജ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇമേജ് എടുക്കുക, ഇൻസെർട്ട് ഇമേജ് എടുക്കുക. എവിടെയാണോ ഇമേജ് കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കഴ്സർ വച്ചതിന് ശേഷം ഇൻസെർട്ട് കൊടുക്കുക. ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്ന പിക്ചർ എടുക്കുക. അപ്പോൾ ഇവിടെ ആ പിക്ചർ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. വലിപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. പറഞ്ഞിരിക്കുന്ന വിഡ്ത്ത് ഹൈറ്റ്, അതുപോലെ എന്തെങ്കിലും ഫ്ലിപ്പ് ചെയ്യാനോ അതുപോലെ റൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൊടുക്കാം. അതുപോലെ റാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റാപ്പില്ല. ഇനി ഇതാണെങ്കിലോ പാരലൽ റാപ്പിംഗ് ആണ്. ഇത് ഒപ്റ്റിമൽ റാപ്പിംഗ്. ഏതാണോ പറഞ്ഞിരിക്കുന്നത് ബിഫോർ, അതുപോലെ തന്നെ ആഫ്റ്റർ, ത്രൂ, അപ്പോൾ ഇതിൽ ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ റാപ്പ് കൊടുക്കാവുന്നതാണ്. പാരഗ്രാഫ് സ്റ്റൈലിൽ ഡ്രോപ്പ് ക്യാപ്സ് കൊടുക്കാൻ വരികയാണെങ്കിൽ ആ പാരഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റിൽ പാരഗ്രാഫ് സെലക്ട് ചെയ്യണം. അവിടെ നമുക്ക് ഡ്രോപ്പ് ക്യാപ്സ് എന്നുള്ളത് കാണാം. അതൊന്ന് ഡിസ്പ്ലേ ഡ്രോപ്പ് ക്യാപ്സ് ക്ലിക്ക് ചെയ്യണം. അവിടെ എത്ര ക്യാരക്ടേഴ്സാണ് വേണ്ടതെന്ന് ചോദിക്കും. എന്താ ഇവിടെ കാണിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് B എന്നുള്ളത് വേണം. അപ്പോൾ 2 എണ്ണം. ഇനി ഓക്കെ കൊടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ഇൻഡെൻറ്റ് സ്പേസിങ് കൊടുക്കാനുണ്ട്, അലൈൻമെൻറ്റ് കൊടുക്കാം, ടെസ്റ്റ് ഫ്ലോ കൊടുക്കാം, ഔട്ട്ലൈൻ നമ്പറിംഗ് ഒക്കെ കൊടുക്കാം, ടാബുകൾ കൊടുക്കാം, ബോർഡർ, ഏരിയ, ഇതെല്ലാം ഇതിനകത്ത് കൊടുക്കാനുണ്ട്. ഡ്രോപ്പ് ക്യാപ്സ് പാരഗ്രാഫിനകത്താണ്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം വലുതായി വന്നതായിട്ട് കാണാൻ സാധിക്കും.